trying to call. Hey guys, welcome back to another day of our Bali travel series. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ട്രോപ്പിക്കൽ ബീച്ച് ക്ലബിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ മറക്കാൻ പാടില്ല. ഞാനിവിടെ ഒരു സ്പ്രേ ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്കതാണ് കൺവീനിയൻറ്റ്. അതുപോലെ തന്നെ എൻ്റെ ഹെയർ അത്യാവശ്യം ഡ്രൈ ആയത് കാരണം ഈ സിറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് എനിക്ക് ചെറിയ കോഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് നമ്മളുടെ എന്തായിരുന്നു സൺഡേ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ സൺഡേ മാർക്കറ്റ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. It's very hot, but right now it's raining, but we experience almost the same heat, so it's okay. So പുള്ളി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഭയങ്കര ചൂടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ചൂടാട്ടോ ഇന്ന്. അപ്പോൾ ഞാനിപ്പോൾ ലവ് ആങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സൺഡേ ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി മാർക്കറ്റ്. അപ്പോൾ അവിടെ ഇങ്ങനെ സൺഡേ എന്താ പറയുക ഒരു യുണീക്ക് മാർക്കറ്റായിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലാ ബ്രിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ക്ലബ്, ഇത് അടിപൊളി ഒരു ട്രോപ്പിക്കൽ വൈബൊക്കെ ഉള്ള ഒരു ബീച്ച് ക്ലബ്ബാണ് കേട്ടോ. സോ അങ്ങോട്ട് പോവും. ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ലവ് ആങ്കർ ഒരു 1 hourനുള്ളിൽ കണ്ടു തീർക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ മസ്റ്റ് ട്രൈ പ്ലേസസ് ഇൻ ചങ്കു ആണ്. ഞാൻ മെയിനായിട്ട് ഈ ചങ്കു റീജിയനിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇവിടുത്തെ ഒരു വൈബ് ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. എനിക്കത് ആക്ച്വലി ഒരു ഫുൾ സെൻസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് നമ്മൾ മറ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന കാരണം ഈ ഒരു റീജിയൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ നോക്കാം മാക്സിമം. അപ്പോൾ ലവ് ആങ്കറിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു അബദ്ധം പറ്റി കേട്ടോ. ഈ സ്ഥലം എൻ്റെ ഹോട്ടലിൻ്റെ വളരെ അടുത്താണ്, പക്ഷേ ഞാൻ ഒരു അബദ്ധത്തിൽ ഗ്രാബൊക്കെ പിക്ക് ചെയ്താൽ വന്നേ. നടക്കാവുന്ന ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഭയങ്കര ചൂടും, അത് കാരണം നടക്കാനും പറ്റില്ല. ഷോ യു ദ പ്ലേസ് ഒക്കെ. ബാലിയിലെ പല ലൊക്കേഷൻസിലും ഇതുപോലത്തെ ധാരാളം മാർക്കറ്റ്സ് കാണാൻ പറ്റും. ലൈക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മാർക്കറ്റ്സ് ആണ്. ഇവിടെ ജ്വല്ലറി തൊട്ട് ആക്സസറീസും അതുപോലെ ക്ലോതിങ്, പിന്നെ ഇവരുടെ ഇൻഡിജീനിയസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഹോം ഡെക്കോർ, അതുപോലെ തന്നെ കിച്ചൺ ആക്സസറീസ്, പിന്നെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കിട്ടുന്ന മാർക്കറ്റ്സ് ആണ്. ഷെൽസ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയ കുറേ യൂണിക്കായിട്ടുള്ള പീസസ്. ഞാൻ തപ്പി നടന്ന 1-2 ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് രസമല്ലേ കാണാൻ. ഇവിടുത്തെ മിക്ക സ്റ്റോഴ്സിലും നമുക്ക് കാണാൻ പറ്റുന്നത് ക്രോഷ്യയുടെ എന്താ പറയുക ഈ ത്രോസ്, റഗ്സ്, അതുപോലെ തന്നെ ബെഡ് ലിനൻ, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീം ക്യാച്ചേഴ്സും പിന്നെ നമ്മുടെ വിൻഡ് ഷൈംസ് ഒക്കെ ഉണ്ടല്ലോ, പല മെറ്റീരിയൽസിൽ വുഡിൽ തൊട്ട് ഷെൽസിൽ ഒക്കെ ചെയ്തേക്കുന്ന വിൻഡ് ഷൈംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാഗ്സ്, അതിവിടെ റട്ടാൻ പോലുള്ള ഈ വീവേഴ്സ് ചെയ്തെടുക്കുന്ന ബാഗ്സ് ഉണ്ടല്ലോ, അപ്പം ബാംബൂയിലും അതിലൊക്കെ ചെയ്തെടുക്കുന്ന കുറേ നല്ല സോനിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ് കേട്ടോ. പക്ഷേ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഇവിടെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ ക്രോഷ്യ കുറേ ഭയങ്കര ടൈപ്സ് ഓഫ് വീവ്സ് ഉള്ള ബാഗ്സും
കാണിച്ചതേ. ഈ ബാംബൂ ബാഗ്സ് ആണ്. എൻ്റെ ഇത് റട്ടാനാണെന്ന് തോന്നുന്നു. റട്ടാൻ ബാഗ്സും അതുപോലെ തന്നെ ക്രോഷേ ബാഗ്സൊക്കെ ഉണ്ട്. ഇത് റട്ടാൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ചൂരലില്ലേ അതിൻ്റെ റട്ടാൻ ബാഗ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള, എസ്പെഷ്യലി ഇങ്ങനെ ഈ ട്രോപ്പിക്കൽ ഐലൻഡ്സിലൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ബാഗ്സ്. I've been trying to call. I've been on my own for long enough. Maybe you can show me how to love. Maybe I'm going through withdrawals. You don't even have to do too much. You can turn me on with just a touch, baby. I look around and Sin City's cold and empty. No one's around to judge me. I can't see clearly when you're gone. And I said, ooh, I'm blinded by the lights. No, I can't sleep until I feel your touch. I said, ooh, I'm drowning in the night. Oh, but I'm like this, you know what I just. I'm blinded by the lights. Blinded by the lights. ഇവിടെയും പുറത്തിങ്ങനെ മാർക്കറ്റൊക്കെ ഉണ്ട്. എല്ലാ ബ്രിസൈലെത്തിയിട്ടാണ്. ഇറ്റ്സ് ലൈക്ക് വൺ അമേസിങ് ട്രോപ്പിക്കൽ ബീച്ച് ബാർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ബീച്ച് ബാർസ് ഉണ്ട് കേട്ടോ, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള. നമ്മൾ പൊട്ടാറ്റോ ഹെഡ് എന്നും അതുപോലെ തന്നെ അറ്റ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ബീച്ച് ബാറൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. എനിക്കെപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഏറ്റവും യുണീക്ക്, ഞാൻ പോകുന്ന ലൊക്കേഷനിലെ ഏറ്റവും യുണീക്കായിട്ടുള്ള സ്പോട്ട്സ് കാണിച്ചു തരണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്താ പറയുക, ഇത് എനിക്ക് തോന്നുന്നില്ല അധികം ഇന്ത്യൻ യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്തിട്ടുള്ള സ്ഥലമാണെന്ന്. എനിക്കിവിടെ ഇന്ത്യൻ ക്രൗഡും അധികം കാണാൻ പറ്റിയില്ല. ഇതാണ് തോന്നുന്നു ഇവിടുത്തെ സൺഡേ മാർക്കറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെയും സൺഡേ മാർക്കറ്റൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടോ. ഇവിടെ ഈ കാണുന്ന മാർക്കറ്റ് സൺഡേസിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞതും ഈ സ്റ്റോൾസിലുള്ള ഈ ജ്വല്ലറിയും ആക്സസറീസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിലും കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റീസ്, നല്ല നല്ല ബ്രാൻഡ്സ് ഒക്കെയാണ് അവിടെ ഉള്ളത്. ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാം ആ വിൻഷൈംസിൻ്റെ ഒരു ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്ക് ഈ വിൻഷൈംസിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഷെല്ല് വെച്ചിട്ട് ഒരു മെമ്മറി ഉണ്ട് കേട്ടോ. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പണ്ട് ഇതേ ഷെൽസ് വെച്ചിട്ടുള്ള ഷാൻലിയർ ഉണ്ടായിരുന്നു. അവിടെയും എനിക്കത് കാണുമ്പോൾ ആ ഒരു ഓർമ്മയാണ് ഉള്ളത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നമ്മളുടെ കംപ്ലീറ്റ് ആ ലാ ബ്രിസായുടെ ഒരു മാപ്പ് ഇവിടെ ഉണ്ട്. I've been on my own for long enough. Maybe you can show me how to love. Maybe I'm going through withdrawals. You don't even have to do too much. You can turn me on with just a touch, baby. I look around and Sin City's cold and empty. No one's around to judge me. I
ശരിക്കും ഒരു വേറൊരു വേൾഡിൽ വന്നൊരു ഒരു എഫക്റ്റ് ആയിരുന്നു. ഭയങ്കര പോസിറ്റീവ്, ഭയങ്കര എന്താ പറയുക, ബ്രൈറ്റ് ആൻഡ് ചിയർഫുൾ ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്. നടന്ന് നമ്മളുടെ പനീറും ബട്ടർ ചിക്കനും അതില്ലാത്ത സ്ഥലമില്ലല്ലോ. ഇവിടെ മിക്ക സ്റ്റോൾസിലും കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ക്യാഷ് എടുക്കാൻ വേണ്ടി ഇത് ഇവിടെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ATM ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി. അവിടെ വന്ന് പൈസയൊക്കെ എടുത്തു. നമ്മുടെ പനീറും അതുപോലെ തന്നെ റൈസും ഒക്കെ മേടിച്ചു. ഇവിടെ വന്നിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിച്ചു. അതിൻ്റെ കൂടെ പൈനാപ്പിൾ ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ക്ലബിലേക്കുള്ള ആക്സസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഞാൻ ഇന്നലെ വിളിച്ച് ഇവിടെ ബുക്കിംഗ് ചോദിച്ചപ്പോൾ അവർ വോക്കിൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതേ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ക്യൂ ആയിരുന്നു. കുറേ നേരം ക്യൂവിൽ നിന്നൊക്കെ അകത്ത് കയറിയത്. അപ്പോൾ അവർ സ്പേസ് എംറ്റി ആവുന്നതിനനുസരിച്ച് നമുക്ക് അകത്ത് വരാം. ഇവിടെ പല സീറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, പല റേഞ്ചിലുള്ള സീറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ടിങ് എനിക്കൊന്ന് 2,05,000 ഇന്തോനേഷ്യൻ റുപ്പി തൊട്ട് നമുക്ക് സീറ്റിംഗ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സിൽ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് നമുക്ക് ആ ബീൻ ബാഗ്സ് ആണ്, താഴെയുള്ള ബീൻ ബാഗ്സ്. പക്ഷേ അത് ഭയങ്കര സണ്ണിയാണ് അവിടെ. അപ്പം ഞാൻ ചൂസ് ചെയ്തത് അതിൻ്റെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാൻ ചൂസ് ചെയ്ത സീറ്റിന് ഏകദേശം 7,05,000 എങ്ങാണ്ട് ഇന്തോനേഷ്യൻ റുപ്പിയാണ്. അപ്പം അത് എനിക്കൊന്ന് ക്ലോസ് ടു ഒരു 3,500 എങ്ങാണ്ടാവും. പക്ഷേ നമുക്ക് ഫുൾ ഡേ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. നമുക്ക് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സിലേക്കണം. ഇപ്പം ഞാൻ ഒരാളായതുകൊണ്ട് നമുക്ക് അത്രയും ഫുഡും ഡ്രിങ്ക്സൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, അത്രയും കഴിച്ചു തീർക്കാനൊന്നും പറ്റില്ല. സോ ലൈക്ക് ഒരു 2 or 3 മീൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കഴിക്കാനും പറ്റും. പക്ഷെ ഞാൻ എത്ര കഴിച്ചിട്ടും എനിക്ക് അത്രയും എമൗണ്ടിൻ്റെ കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ദിസ് വാസ് മൈ സീറ്റിംഗ്. ആൻഡ് കുറച്ചും കൂടി നമ്മൾക്ക് എന്താ പറയുക, നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. ഇതല്ലാതെ താഴെയുണ്ട് കേട്ടോ. നോക്കട്ടെ കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ ഇങ്ങനെ താഴെ ബീൻ ബാഗ്സ് ഒക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഭയങ്കര ഒരു വൈബാണ് കേട്ടോ ഇവിടെ. നമ്മളുടെ കോക്കനട്ട് വന്നിട്ടുണ്ട്, കരിക്കാന്ന് തോന്നുന്നു. പാവ്ലോവ, ഇതൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം കഴിക്കാൻ വേണ്ടിയിട്ട് പാവ്ലോവയും അതുപോലെ തന്നെ ഒരു കോക്കനട്ടും പിന്നെ ഒരു കലമാരി ഫ്രൂട്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ലുക്ക് അറ്റ് ദാറ്റ്. പാവ്ലോവ ഒരു മെറാങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. കാണുമ്പോൾ നമുക്ക് ക്രീം പോലെ തോന്നുമെങ്കിലും അതിൻ്റെ ആ ക്രസ്റ്റ് ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഒരു കുക്കി പോലത്തെ ക്രസ്റ്റാണ്. ഇതിൻ്റെ ഒറിജിൻ ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് അങ്ങനെ ഏതോ ഒരു കൺട്രിയിൽ നിന്നാണ്. മെറാങ് പക്ഷേ ഫ്രഞ്ച് ഒരു കുക്കിയാണ്. ഈവനിങ് ഒരു 5:30-6 ഒക്കെ ആകുമ്പോൾ ഇവിടെ ഒരു ഭയങ്കര എന്താ പറയുക, ഡ്രമാറ്റിക് ലൈറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് ഐഡിയൽ ആയിട്ടുള്ളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയി മാറും. സൺസെറ്റൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കഴിയുമ്പോഴത്തേക്കും ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ആംബിയൻസ് ആണ്. ഇത് ഇന്നലെ ഞാൻ പോയപ്പോൾ ചെയ്തെടുത്തു.
ഡിന്നറിന് ഞാൻ ഓർഡർ ചെയ്തത് നല്ല ഒരു ഗ്രിൽഡ് ഫിഷും അതുപോലെ തന്നെ ഗാർലിക് ബ്രെഡും പിന്നെ ഒരു ഗ്രിൽഡ് കോൺ സാലഡും ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. എസ്പെഷ്യലി ഇത് ഡെസേർട്ടായിട്ട് ഞാൻ ചൂസ് ചെയ്തത് ബാസ് ചീസ് കേക്കാണ്. അവരതിൻ്റെ കൂടെ ഒരു ഗുവ ഐസ്ക്രീം ഒക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എക്സ്ട്രീംലി നൈസ്. ഫുഡ് ഇവിടെ ഒരു രക്ഷയില്ലായിരുന്നു. ടോട്ടലി വർത്ത് എവറി പെനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. I hope you guys enjoyed this beautiful tropical beach club with me. നിങ്ങൾ ബാലി വരുമ്പോൾ ഡെഫിനറ്റ്ലി ഡു കം ആൻഡ് ചെക്ക് ഔട്ട് ദിസ് പ്ലേസ്. രാത്രി ആകുമ്പോൾ ലാബ്രിസ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.